ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ബയോളജി ഒന്നാമത്തെ ചാപ്റ്ററായ ജെനറ്റിക്സ് ഓഫ് ലൈഫിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. നമ്മളിതിന് മുന്നേ 2 ചെറിയ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ക്രോമസോംസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ പഠിച്ചു, നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ സെൽസ് ഉണ്ട്. ആ സെൽസിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് ഉണ്ട്, ക്രോമസോംസിനകത്ത് DNA ഉണ്ട്, DNA-ൻ്റെ ഉള്ളിൽ ജീൻ ഉണ്ട് എന്നത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ന്യൂക്ലിയസിനകത്ത് കാണുന്ന ക്രോമസോംസ് എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഉണ്ട്, ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഹ്യൂമൻ ക്രോമസോംസിന് പ്രധാനമായിട്ടും 2 കാറ്റഗറി ആക്കാം. ഒന്ന് സൊമാറ്റിക് ക്രോമസോംസ് എന്നും 2 സെക്സ് ക്രോമസോംസും. അപ്പോൾ സൊമാറ്റിക് ക്രോമസോംസും സെക്സ് ക്രോമസോംസും ആണ് ഹ്യൂമൻ ബീങ്സിലുള്ള ക്രോമസോംസ്. ഇനി സൊമാറ്റിക് ക്രോമസോംസ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്. അതായത് നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ്, അല്ലെങ്കിൽ ആ ടൈപ്പുള്ള ക്രോമസോംസ്, ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസിനെയാണ് സൊമാറ്റിക് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. There are 22 pairs of somatic chromosome. നമ്മുടെ ബോഡിയിൽ 22 പെയർ സൊമാറ്റിക് ക്രോമസോം ഉണ്ട്. അതായത് 44 എണ്ണം, 44 സൊമാറ്റിക് ക്രോമസോംസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോംസ് ടുഗെദർ ഫോം ഹോമോലോഗസ് ക്രോമസോം. ഒരേപോലുള്ള 2 ക്രോമസോംസ്, ഒരേപോലുള്ള 2 ക്രോമസോംസിൻ്റെ ഒരു പെയർ, അതിനെയാണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. വൺ ഓഫ് ദിസ് ഇസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ മദർ ആൻഡ് ദ അതർ ഫ്രം ദ ഫാദർ. അതായത് മക്കളെ, നമുക്ക് നമ്മുടെ പാരൻസിൽ നിന്നാണ് നമ്മുടെ ക്രോമസോംസ് കിട്ടുന്നത്. 23 എണ്ണം നമുക്ക് ടോട്ടൽ നമ്മുടെ ശരീരത്തിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോം ഉണ്ട്. അതിൽ 44 ക്രോമസോമും എന്ത് ക്രോമസോമാണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ആ 44 എണ്ണത്തിൽ 22 എണ്ണം ഒരേപോലത്തെ 22 എണ്ണമാണ് അല്ലേ? അതായത് 22 പെയറാണ് ടോട്ടല്. ഓരോ പെയറും കാണാൻ ഒരുപോലെയാണ്. ഓരോ പെയറും എങ്ങനെയാണ്? ഒരുപോലെയാണ്. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം ഒരുപോലെ കാണുന്ന ഈ 2 എണ്ണത്തിനെയാണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള 22 ഹോമോലോഗസ് ക്രോമസോംസ് ആണ് സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ 22 പെയറിൽ 22 ഒരു ഫുൾ ജോഡി കിട്ടുന്നത് എവിടെ നിന്നാണ്? നമുക്ക് നമ്മുടെ അച്ഛനിൽ നിന്നാണ്. മറ്റേ ഫുൾ സെറ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്? അമ്മയിൽ നിന്നാണ്. അതായത് നമുക്ക് നമ്മുടെ പാരൻസിൽ നിന്നാണ് ഇത് ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് സെക്സ് ക്രോമസോം. അതിനു മുന്നേ നമുക്ക് സൊമാറ്റിക് ക്രോമസോംസിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. ഇവിടെ കണ്ട 22 ക്രോമസോംസിൻ്റെ ഒരു സെറ്റ് കൊടുത്തിട്ട് ഈ ക്രോമസോംസ് ഒക്കെ കാണാൻ എങ്ങനെയാണ്? ഒരുപോലെയാണ്, ഹോമോലോഗസ് ആണ്. ഓരോ പെയറും എന്താണ്? ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. ക്ലിയർ ആണോ? ഓരോ പെയറും എന്താണ്? ഹോമോലോഗസ് ക്രോമസോംസ് ആണ്, കാണാൻ ഒരുപോലെയാണ്. അപ്പോൾ എന്താ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ? എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോം ടുഗെദർ ഫോം ഹോമോലോഗസ് ക്രോമസോം. ഒരേപോലെയുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു പെയറിനെയാണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത് ഒരു സെറ്റ് അച്ഛനിൽ നിന്നും ഒരു സെറ്റ് അമ്മയിൽ നിന്നും കിട്ടിയതാണ്. നെക്സ്റ്റ് ആണ് സെക്സ് ക്രോമസോംസ്. These are the chromosomes which are involved in sex determination. അതായത് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ അല്ലേ, നമ്മുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനാണ് സെക്സ് ക്രോമസോം നമ്മളെ സഹായിക്കുന്നത്. ദേ ആർ ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പാണ് സെക്സ് ക്രോമസോം. ഒന്ന് എക്സ് ക്രോമസോമും 2 വൈ ക്രോമസോമും. അപ്പോൾ എക്സ് ക്രോമസോം, വൈ ക്രോമസോം എന്നിങ്ങനെ സെക്സ് ക്രോമസോമുകൾ 2 എണ്ണം. ദ വൈ ക്രോമസോം ഇസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് എക്സ് ക്രോമസോം. എക്സ് ക്രോമസോമിനെക്കാളും സൈസ് കുറഞ്ഞ ആളാണ് ആര്? Y chromosomes. The SRY gene on the Y chromosome is responsible for the development of testes in the embryo. SRY gene, Y ക്രോമസോമിലെ SRY ജീനാണ് എംബ്രിയോയിൽ, അതായത് അമ്മയുടെ ഭ്രൂണത്തിലിരിക്കുന്ന ആ കുഞ്ഞ് എംബ്രിയോയിൽ ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. എന്തെന്ന്? ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടി ആണാകണമെങ്കിൽ അതിനകത്ത് എന്ത് ക്രോമസോം വേണം? വൈ ക്രോമസോം വേണം. വൈ ക്രോമസോം ഉണ്ടായാൽ മാത്രമേ ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റ്, മെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള
ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ വൈ ക്രോമസോംസ് ആണ്, വൈ ക്രോമസോംസിൽ അടങ്ങിയിരിക്കുന്ന SRY ജീനാണ് എംബ്രിയോയിലെ ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സെക്സ് ക്രോമസോമിൻ്റെ പിക്ചർ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. 23ാമത്തെ സെറ്റ് ക്രോമസോമാണത്. ആദ്യത്തേൽ നിങ്ങൾക്ക് XY കണ്ടീഷൻ കാണാം. വൈ ക്രോമസോം എക്സിനെക്കാളും ചെറുതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് XX കണ്ടീഷനാണ്. XX എന്ന് പറയുമ്പോൾ 2 X ക്രോമസോം മാത്രമേ ഉള്ളൂ. അതിൽ വൈ ക്രോമസോം ഇല്ലാത്തത് കൊണ്ട് കുട്ടിയിൽ എന്തിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടാവില്ല? ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടാവില്ല. അതിനർത്ഥം കുട്ടി പെണ്ണാണ്. വൈ ക്രോമസോം ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താ? XX കണ്ടീഷൻ ആണെങ്കിൽ കുട്ടി പെൺകുട്ടിയാണ്. അപ്പോൾ എന്താ അവിടെ സെക്സ്? ഫീമെയിൽ ആണ് സെക്സ്. അതേസമയത്ത് XY കണ്ടീഷൻ ആണെങ്കിൽ അവിടെ വൈ ക്രോമസോം ഉണ്ട്. ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടാവും. കുട്ടി എന്തായിരിക്കും? ആണായിരിക്കും. അപ്പോൾ XY കണ്ടീഷൻ വന്നാൽ മെയിലായിരിക്കും അവിടുത്തെ സെക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ ബീങ്സിലെ സെക്സ് ക്രോമസോംസും അതുപോലെ സൊമാറ്റിക് ക്രോമസോംസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ X ക്രോമസോമും വൈ ക്രോമസോമും, ഈ ക്രോമസോംസ് ഇങ്ങനെ ഹോമോലോഗസ് ആയിട്ടുള്ള പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു സെറ്റ് അച്ഛനിൽ നിന്നും ഒരു സെറ്റ് അമ്മയിൽ നിന്നും കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സൊമാറ്റിക് ക്രോമസോംസും സെക്സ് ക്രോമസോംസും പഠിച്ചു കഴിഞ്ഞു. കുട്ടിയിലെ എംബ്രിയോയുടെ കേസിൽ എംബ്രിയോയിലെ ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ക്രോമസോമാണ് വൈ ക്രോമസോം. വൈ ക്രോമസോമിലെ SRY ജീൻസ് പഠിച്ചു വെക്കണേ. അപ്പോൾ സൊമാറ്റിക് ക്രോമസോംസും ഉണ്ട്, സെക്സ് ക്രോമസോംസും ഉണ്ട്. സൊമാറ്റിക് ക്രോമസോംസ് ഹോമോലോഗസ് പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ടോട്ടൽ 44 എണ്ണമാണ്. സെക്സ് ക്രോമസോംസ് ടോട്ടലി 1 പെയർ അല്ലെങ്കിൽ 2 എണ്ണമാണ്. ഓർത്ത് വെക്കണം. ക്ലിയർ ആണല്ലോ? കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, നമുക്കതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമസോം ഏതൊക്കെയാണ്? മനുഷ്യനിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമസോം, സൊമാറ്റിക് ക്രോമസോംസും സെക്സ് ക്രോമസോംസും. രണ്ടാമത്തെ ചോദ്യം, സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് ദെയർ ഫംഗ്ഷൻ. എന്താണ് സൊമാറ്റിക് ക്രോമസോംസിൻ്റെ ഫംഗ്ഷൻ? ദീസ് ആർ ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ ബോഡി ക്യാരക്ടേഴ്സ്, ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഏത് ക്രോമസോം? സൊമാറ്റിക് ക്രോമസോം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹോമോലോഗസ് ക്രോമസോം. എന്താണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ? എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോംസ് ടുഗെദർ ഫോം എ ഹോമോലോഗസ് ക്രോമസോം. ഐഡന്റിക്കൽ ക്രോമസോം ആയിരിക്കും ഇവർ. 2 ഐഡന്റിക്കൽ ക്രോമസോംസ് വരുമ്പോഴാണ് ഒരു ഹോമോലോഗസ് പെയർ അല്ലെങ്കിൽ ഒരു ഹോമോലോഗസ് ക്രോമസോം ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, സെക്സ് ക്രോമസോംസ് ആൻഡ് ദെയർ ഫംഗ്ഷൻ. ദീസ് ആർ ഓർ സെക്സ് ക്രോമസോംസ് ആർ ഇൻവോൾവ് ഇൻ ദ സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ക്രോമസോംസ് ആണ് സെക്സ് ക്രോമസോംസ്. ദേ ആർ ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പ് ഉണ്ട്, എക്സും വൈയും. ഓക്കെ, എക്സും വൈയും 2 ടൈപ്പ് സെക്സ് ക്രോമസോംസ് ആണ്. ക്ലിയർ ആണേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻസിൻ്റെ കേസിലെ സെക്സ് ഡിറ്റർമിനേഷനാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ക്രോമസോംസ് കിട്ടുന്നുണ്ട് അല്ലേ? അതായത് ഒരു കുട്ടി എങ്ങനെയാണ് ഫോം ചെയ്യുക? മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അല്ലല്ലോ. മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം, നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ മെയിൽ ഗ്യാമറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ 46 ക്രോമസോം വേണം. അത് 44 പ്ലസ് മെയിൽ ക്രോമസോംസിൻ്റെ കേസിൽ ക്രോമസോമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 44 നോർമൽ സൊമാറ്റിക് ക്രോമസോം പ്ലസ് ഒരു XY അല്ലേ, XY കണ്ടീഷൻ ഉണ്ട് അവിടെ. അപ്പോൾ മെയിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അതായത് ആ കുട്ടിയിലേക്ക് വരുന്ന ക്രോമസോം എന്ന് പറയുന്നത് 23 എണ്ണമായിരിക്കണം. 22 സൊമാറ്റിക് ക്രോമസോംസും ഒരു എക്സ് അല്ലെങ്കിൽ ഒരു വൈ സെക്സ് ക്രോമസോമും. എക്സും വൈയും രണ്ടും ഒപ്പം ഒരു കുട്ടിയിലേക്ക് വരില്ല. എക്സ് അല്ലെങ്കിൽ വൈ മെയിൽ പാരൻറ്റിൽ നിന്ന്, അതായത് നമ്മുടെ ഫാദറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 22 സൊമാറ്റിക് ക്രോമസോം കൂടാതെ ഒരു എക്സ് അല്ലെങ്കിൽ ഒരു വൈ ക്രോമസോം കിട്ടിയേ. അതേസമയം അമ്മയുടെ ബോഡിയിൽ എത്ര ക്രോമസോം ഉണ്ട്? 46 ക്രോമസോം തന്നെ. അമ്മയുടെ ബോഡിയിലെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? 44 പ്ലസ് XX കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഫീമെയിൽ ഗ്യാമീറ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ക്രോമസോംസ് എങ്ങനെയാ? 22 സൊമാറ്റിക് ക്രോമസോംസ് പ്ലസ് ഒരു X ക്രോമസോം. അമ്മയുടെ കയ്യിൽ നിന്ന് ഈ X ക്രോമസോം അല്ലാതെ മറ്റൊരു ക്രോമസോമും നമുക്ക് കിട്ടില്ല. സൊമാറ്റിക് ക്രോമസോംസ് അല്ലാതെ സെക്സ് ക്രോമസോമിൽ X ക്രോമസോം അല്ലാണ്ട് മറ്റൊന്നും നമുക്ക് കിട്ടില്ല. കാരണം എന്താ? അമ്മയുടെ കയ്യിൽ X ക്രോമസോം മാത്രമേ ഉള്ളൂ നമുക്ക് തരാൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ നമ്മൾ സെക്സ് ഡിറ്റർമിനേഷനാണ് പറയുന്നത്.
ഫീമെയിൽ ബോഡി എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഏതൊക്കെയാണ് ക്രോമസോം ഉണ്ടാകുക? 44 സൊമാറ്റിക് ക്രോമസോം കൂടാതെ 2 XX സെക്സ് ക്രോമസോം. അതാണ് നിങ്ങൾ ഈ ടേബിളിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫീമെയിലിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും? 44 പ്ലസ് XX കണ്ടീഷൻ 44 പ്ലസ് XX. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എത്ര ഉണ്ടാവും? 46 ഉണ്ടാവും. സൊമാറ്റിക് ക്രോമസോംസ് എത്ര ഉണ്ടാവും? 44 ഉണ്ടാവും. ഇനി നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം. എത്ര സെക്സ് ക്രോമസോം ഉണ്ട്? 2 സെക്സ് ക്രോമസോം. ഏതൊക്കെയാണ്? X മാത്രമാണ്. അതേസമയത്ത് മെയിലിൻ്റെ കേസിലോ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ 44 പ്ലസ് XY ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എത്ര തന്നെ? 46 തന്നെ. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് എത്ര തന്നെ? 44 തന്നെ. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം എത്രയാ? 2 സെക്സ് ക്രോമസോം ഉണ്ട്, ഒരു Xും ഒരു Yയും. കിട്ടിയേ? പഠിച്ചേ? മനസ്സിലായല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്ക്, ഡിഫറെൻറ്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളിപ്പോൾ പഠിച്ചു 44 പ്ലസ് XX-ഉം 44 പ്ലസ് XY ആണ് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ജനറ്റിക് മേക്കപ്പ് എന്ന് നമ്മൾ പഠിച്ചു. Though 44 plus XX and 44 plus XY are considered as normal genetic constitutions, many different kinds of genetic constitutions are there or are seen in humans. ഈ 44 പ്ലസ് XX അതുപോലെ 44 പ്ലസ് XY എന്ന കണ്ടീഷൻ അല്ലാതെ മറ്റുള്ള ചില ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസും കൂടി ഹ്യൂമൻ ബീങ്സിൽ കണ്ടുവരാറുണ്ട്. These variant genetic constitutions influence the physical and mental development of the individual. അതായത് ഇത്തരത്തിൽ 44 പ്ലസ് XX 44 പ്ലസ് XY കണ്ടീഷൻ അല്ലാതെ വരുന്ന ജനറ്റിക് മേക്കപ്പ് പലപ്പോഴും ഒരു പേഴ്സണിൽ, ആ വ്യക്തിയിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. Gender discrimination is a complex process which not only depends upon genetic constitution. അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് ജെൻഡർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ് വിച്ച് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഓൾസോ ഓൺ അതർ ഫാക്ടേഴ്സ്. അതായത് ഈ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ മാത്രമല്ല ജെൻഡർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ മാത്രമല്ല, മറ്റ് സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്. സം എക്സാമ്പിൾസ് ഓഫ് ജനറ്റിക് വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. 44 പ്ലസ് X0, അതായത് 44 നോർമൽ സൊമാറ്റിക് ക്രോമസോമും ഒരു X ക്രോമസോമും മാത്രമുള്ള കണ്ടീഷൻ. അതായത് ഈ വ്യക്തിയിൽ ടോട്ടൽ 45 ക്രോമസോമേ ഉണ്ടാവുള്ളൂ. ഒരു ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും, ഒരു സെക്സ് ക്രോമസോം ഇല്ല. അതായത് 44 പ്ലസ് X0, അതായത് അടുത്ത ക്രോമസോമിൻ്റെ സ്ഥലത്ത് എന്താ? അവിടെ ഒന്നുമില്ല, അതുകൊണ്ട് അതിന് 0 എന്ന് നോട്ട് ചെയ്യുന്നു. ഫീമെയിൽ വിത്ത് ഓൺലി 1 X ക്രോമസോം. X ക്രോമസോം ഉള്ളതുകൊണ്ട് ഫീമെയിൽ ആയിരിക്കും, പക്ഷെ എന്തേ ഉള്ളൂ? ഒരു X ക്രോമസോമേ ഉള്ളൂ ഈ കണ്ടീഷനിൽ. ദേ ഹാവ് ദ കണ്ടീഷൻ കോൾഡ് ടർണർ സിൻഡ്രം. ഇത് ശരിക്കും ഒരു ജനറ്റിക് ഡിസീസാണ്. ഈ ഡിസീസിനെ നമ്മൾ വിളിക്കും ടർണർ സിൻഡ്രം. അടുത്ത കണ്ടീഷൻ നോക്കിയേ, 44 സൊമാറ്റിക് ക്രോമസോമും 3 X ക്രോമസോമും 44 പ്ലസ് XX കണ്ടീഷൻ. ഇവിടെ ഫീമെയിൽസ് തന്നെയാണ് 3 X ക്രോമസോം ഉണ്ടാവും. ദേ ഹാവ് ട്രിപ്പിൾ X സിൻഡ്രോം. ഈ സിൻഡ്രത്തിനെ വിളിക്കുന്ന പേരെന്താ, അല്ലെങ്കിൽ ഈ അസുഖത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രിപ്പിൾ X സിൻഡ്രോം. നെക്സ്റ്റ് വൺ നോക്കിയേ, 44 പ്ലസ് XXY. XXY ഉള്ളത് കൊണ്ട് ദീസ് ആർ മെയിൽസ് വിത്ത് 2 X ക്രോമസോം ആൻഡ് 1 Y ക്രോമസോം. 2 X ക്രോമസോമും ഒരു Y ക്രോമസോമും ഉള്ള കണ്ടീഷൻ. ദേ ഹാവ് ക്ലിൻഫെൽട്ടർ സിൻഡ്രോം. ഈ അസുഖത്തിൻ്റെ പേരാണ് ക്ലിൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. 44 പ്ലസ് XXY കണ്ടീഷൻ, മെയിലാണ്. ക്ലിൻഫെൽട്ടർ സിൻഡ്രോം, 2 X ക്രോമസോം ഉണ്ട്. Then last one, 44 plus XYY condition, males with only 1 X chromosome and 2 Y chromosome. Male തന്നെയാണ്, 2 Y chromosome ഉണ്ട്. They have XYY syndrome. ഈ അസുഖത്തിൻ്റെ പേര് XYY syndrome. ഇത്രയും മനസ്സിലായോ? അതായത് സാധാരണ രീതിയിൽ 44 പ്ലസ് XX 44 പ്ലസ് XY കാണേണ്ട സ്ഥലത്താണ് നമ്മളിപ്പം പഠിച്ച ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. ജെൻഡർ ഡിറ്റർമിനേഷൻ മേ ബിക്കം കോംപ്ലക്സ് ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് ദീസ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് മെൻഷൻഡ് അബോ. അപ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ ജെൻഡർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് സ്റ്റേറ്റ് ആണ്.
ഫോർ എക്സാമ്പിൾ ഫീമെയിൽസ് വിത്ത് ടർണർ സിൻഡ്രോം മെ ഹാവ് ഫീമെയിൽ സെക്സ് ഓർഗൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം ഏതാണ്? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ടർണർ സിൻഡ്രോം ഏതാണ്? 44+X0 കണ്ടീഷൻ. 44+ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, ഒരു ക്രോമസോം ഇല്ല. അപ്പോൾ ഈ സിൻഡ്രോം എന്നാണ് ടർണർ സിൻഡ്രോം. ഇവിടെ ടോട്ടൽ 45 ക്രോമസോം മാത്രമേ ഉള്ളൂ ആ ബോഡിയിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ടർണർ സിൻഡ്രോം ഉള്ള കേസിൽ ആ വ്യക്തിക്ക് അത് ഫീമെയിൽ ആയിരിക്കും, ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടായിരിക്കും. ഹൗവർ ദേ മെ നോട്ട് ഡെവലപ്പ് ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദെയർ അഡോളസൻസ്. അവരുടെ അഡോളസൻസ് സ്റ്റേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ, ആ ഒരു ടൈമിൽ അവരുടെ ബോഡിയിൽ യാതൊരു ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സും കാണുകയില്ല. മെയിൽ വിത്ത് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം മെ ഹാവ് മെയിൽ സെക്സ് ഓർഗൻസ് ബട്ട് ദേ മേ ഓൾസോ എക്സിബിറ്റ് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. മെയിൽസിൻ്റെ കേസാണ്, അവർ മെയിലാണ് എങ്കിൽ മെയിൽസിൻ്റെ കേസിലും ഈ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം കാണാം. പക്ഷെ അവരുടെ കേസിൽ മെയിൽ സെക്സ് ഓർഗൻസ് തന്നെയായിരിക്കും. പക്ഷെ അവരുടെ കേസിൽ എന്ത് കൂടി കാണാൻ പറ്റും? ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൂടി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ട ഒരു ടോപ്പിക് എന്താണ്? ഫീമെയിൽ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിൽ വരണം. ഓക്കെ, അപ്പം ഫീമെയിൽ ക്യാരക്ടേഴ്സ് അവിടെ കൂടുതലായി കാണിക്കും. പക്ഷെ അതൊരു ഫീമെയിൽ ആണെങ്കിൽ, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ഒരു ഫീമെയിൽ ആണെങ്കിൽ അഡോളസൻസ് സ്റ്റേജിൻ്റെ ബിഗിനിങ്ങിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ കാണിക്കുന്നില്ല, ബട്ട് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആണ് ഉണ്ടാവുക. അതേസമയത്ത് അതൊരു ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള മെയിലാണെങ്കിൽ അവരുടെ കേസിൽ മെയിൽ സെക്സ് ഓർഗൻസ് തന്നെയായിരിക്കും, പക്ഷെ ദേ വിൽ എക്സിബിറ്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഇതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയാണ്, ഒരുപാട് പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. ഈ പോർഷനൊന്നും നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കില്ല. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പാർട്ടൊന്നും എക്സാമിന് വരികയില്ല. വായിച്ച് മനസ്സിലാക്കി ഒന്ന് വിട്ടാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.